സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഹർത്താൽ. ഏതായാലും സർക്കാരിന് ഇപ്പോൾ ഒരു നല്ല ബുദ്ധി ഉദിച്ചിരിക്കുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ഹർത്താലുകൾ ഇല്ലാതാക്കാൻ വേണ്ടി അതിൻ്റെ കൂടിയാലോചനയ്ക്ക് വേണ്ടി ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ സർക്കാർ തയ്യാറാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് പ്രധാനമായും നമുക്കറിയാം, ശബരിമല വിഷയം ഉയർത്തിക്കാട്ടി ഇവിടെ ഉണ്ടായ ചില കലാപശ്രമങ്ങൾ അല്ലെങ്കിൽ തുടർച്ചയായ ഹർത്താലുകൾ സംസ്ഥാനത്തിനുണ്ടാക്കിയ കേടുപാടുകളും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനുണ്ടാക്കിയ തടസ്സവും ഒക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം. അതുകൊണ്ട് പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ സഹകരിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ തുടർച്ചയായ ഹർത്താലുകൾ തീർച്ചയായിട്ടും ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരു സംഗതിയായി മാറുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടത്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശബരിമല വിഷയം ഉണ്ടായതിനു ശേഷം അതിൻ്റെ പേരിൽ ഉണ്ടായ തുടർച്ചയായ ഹർത്താലുകൾ ഒരു തരത്തിലും നീതീകരിക്കാനാവാത്തത് തന്നെയായിരുന്നു. സംസ്ഥാനത്തിൻ്റെ വികസനത്തെ അത് പിന്നോട്ട് അടിക്കുകയും ചെയ്തു. അതായത് മനഃപൂർവ്വം ചിലർ സംസ്ഥാനത്ത് കലാപമുണ്ടാക്കി സംസ്ഥാനത്തിൻ്റെ വികസനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടപ്പിലായതിൻ്റെ പിറ്റേ ദിവസം സംസ്ഥാനത്തുണ്ടായ ഹർത്താലിൽ നശിപ്പിക്കപ്പെട്ട പൊതുമുതലിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയോളമാണ് സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായിരിക്കുന്നത്. സ്വകാര്യ മുതലുകൾ നശിപ്പിച്ച ഇനത്തിൽ ഏതാണ്ട് 1 കോടിയിലേറെ രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിന് ഉണ്ടായതായും മുഖ്യമന്ത്രി നിയമസഭയിൽ കണക്കുകൾ സഹിതമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള അനാവശ്യമായ കാരണങ്ങളുടെ പേരിൽ സംസ്ഥാനത്ത് ഒരു പാർട്ടിയും ഹർത്താലുകൾക്ക് ആഹ്വാനം നൽകരുത് എന്നൊരു നല്ല സന്ദേശമാണ്, അല്ലെങ്കിൽ നല്ലൊരു ലക്ഷ്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഏതായാലും ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലും നീതീകരിക്കാനാകാത്ത തരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞുള്ള ഹർത്താലുകളെ തീർച്ചയായിട്ടും ജനങ്ങളും തള്ളിക്കളയേണ്ട ഒരു കാലപരിധി കടന്നിരിക്കുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കണം. കാരണം അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിൽ ഈ പൊടുന്നനെ ഹർത്താലുകൾക്ക് ചില രാഷ്ട്രീയ കക്ഷികൾ ആഹ്വാനം നൽകുന്നത്. അതായത് ഹർത്താലാണ് എന്നറിയാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന രോഗികൾ അടക്കമുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ വാർത്തകളൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. പ്രത്യേകിച്ചും വിദേശത്ത് നിന്നുമൊക്കെ സംസ്ഥാന സർക്കാർ ക്ഷണിച്ച് എത്തുന്ന ചില ഉന്നത ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ആൾക്കാർ പോലും ഈ ഹർത്താലിൽ കുടുങ്ങി അവർക്ക് യാത്ര ചെയ്യാനാകാതെ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനും ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന വല്ലാത്തൊരു കഷ്ടത കേരളത്തിൻ്റെ വികസനത്തിന് വലിയ തോതിലുള്ള തിരിച്ചടിയാകുമെന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഹർത്താലുകൾക്ക് ആഹ്വാനം നൽകിയത് BJP ആണെന്ന് മുഖ്യമന്ത്രി നേരിട്ട് പറയാതെ തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ സംസ്ഥാനത്തിൻ്റെ വികസനം മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന ഈ അഭ്യർത്ഥന മാനിച്ച് ഇനിയെങ്കിലും BJPയും അല്ലെങ്കിൽ അനുബന്ധ സംഘടനകളും അനാവശ്യമായ ഹർത്താലുകൾക്ക് ആഹ്വാനം നൽകരുത് എന്നാണ് മുഖ്യമന്ത്രി നേരിട്ട് പറയാതെ പറഞ്ഞിരിക്കുന്നത്.